വെൽക്കം ടു സ്റ്റഡി ഗൈഡ് മലയാളം. RPFിൻ്റെ ആദ്യത്തെ ക്ലാസ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കാണ്. ടൈം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ സാധാരണയായി എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ഏതുവരെ? ഇൻഫിനിറ്റി വരെ. ഈ നമ്പേഴ്സിന് നമ്മളൊരു പേര് പറയും, അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. നമുക്കറിയാം, എക്സാം ഇംഗ്ലീഷിലാണ്. സോ നമുക്ക് ഇംഗ്ലീഷ് വേർഡ്സ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ ഇന്നത്തെ ക്ലാസ്സിൽ 2 വേർഡ്സും പറയും. പക്ഷേ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ആയിരിക്കും മാക്സിമം യൂസ് ചെയ്യുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ കൺഫ്യൂസ് ആവാതിരിക്കുള്ളൂ. സോ 1 മുതൽ ഇങ്ങനെ എണ്ണി തുടങ്ങുന്ന നമ്പേഴ്സ്, ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിച്ചു. ഇനി ഈ നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ 0 എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. 0 കൂടി ആഡ് ചെയ്ത് വരികയാണെങ്കിൽ, അതായത് 0, 1, 2, 3 എന്നിങ്ങനെ ഇൻഫിനിറ്റി വരെ പോവുകയാണെങ്കിൽ ആ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് വോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ. ഇപ്പം നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് പഠിച്ചു? നാച്ചുറൽ നമ്പേഴ്സും പഠിച്ചു, ഹോൾ നമ്പേഴ്സും പഠിച്ചു. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3 എന്നിങ്ങനെ തുടങ്ങുന്ന എണ്ണൽ സംഖ്യകൾ. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 കൂടി വന്നു. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നമുക്ക് പോസിറ്റീവായിട്ടുള്ള സംഖ്യകൾ മാത്രമല്ലല്ലോ, നെഗറ്റീവായിട്ടുള്ള നമ്പേഴ്സും കൂടി ഉണ്ട്. സോ ഈ ഹോൾ നമ്പേഴ്സിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി വന്നാൽ, അതായത് 0, 1, 2, 3 ഇങ്ങനെ ഇൻഫിനിറ്റി വരെ ഹോൾ നമ്പേഴ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് -1, -2, -3 എന്നിങ്ങനെ -ഇൻഫിനിറ്റി വരെ പോവുകയാണെങ്കിൽ ഈ ഫുൾ നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? പൂർണ്ണസംഖ്യകൾ. അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ് എന്ന് വിളിക്കും. എന്താണ്? പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് പഠിച്ചു? നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു, ഹോൾ നമ്പേഴ്സ് പഠിച്ചു, അതുപോലെ തന്നെ ഇൻറ്റീജേഴ്സും പഠിച്ചു. ഇനി അടുത്ത ടൈപ്പ് നമ്പേഴ്സാണ് ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും. ഇരട്ട സംഖ്യകൾക്ക് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? ഈവൻ നമ്പേഴ്സ് എന്ന് പറയും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ടാണ് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് പോകുന്നത്. കാരണം ഇത് ക്ലിയർ ആയാൽ മാത്രമേ പ്രോബ്ലംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ ഇനി ഒറ്റ സംഖ്യകൾക്ക് എന്ത് പറയും? ഓഡ് നമ്പേഴ്സ്. ഈ ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും മാറാണ്ടിരിക്കാൻ ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അതായത് ഈ ഈവൻ, ഇരട്ട, ഈവൻ രണ്ടിലും ഈ വരുന്നില്ലേ? അറിയുന്നവരുണ്ടാവും, വീണ്ടും വീണ്ടും എടുത്ത് പറയണം. അറിയാത്തവർക്ക് വേണ്ടി, ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ തന്നെ ഒറ്റ സംഖ്യകൾക്ക് ഒറ്റ, ഓഡ് രണ്ടും ഓ ഓ എന്നുള്ളൊരു പ്രൊണൗൺസിയേഷൻ വരുന്നില്ലേ? സോ അത് വെച്ചിട്ട് നമുക്ക് കൺഫ്യൂസ് ആവാതിരിക്കാം. ഇനി എന്താണ് ഇരട്ട സംഖ്യകൾ? എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളെയാണ് നമ്മൾ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. ഏതൊക്കെ വരും? 1 മുതൽ 10 വരെ ഏതൊക്കെ ഇരട്ട സംഖ്യകളുണ്ട്? 2, 4, 6, 8, 10, അതുപോലെ ഇനി 10ന് ശേഷം എക്സെട്ര. അങ്ങനെ 2 കൊണ്ട് നമുക്ക് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സാണ് ഇരട്ട സംഖ്യകൾ. ഇനി എന്താണ് ഒറ്റ സംഖ്യകൾ? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാത്ത സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ. അതായത് ഇനി ഈ 1 മുതൽ 10 വരെ ഏതൊക്കെ വരും? 1, 3, 5, 7, 9 എക്സെട്ര. സോ ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷനാണ് പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അഭാജ്യ സംഖ്യകൾ,
കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഭാജ്യസംഖ്യകൾ. എന്താണ് പ്രൈം നമ്പേഴ്സ്? പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ്. സോ ശ്രദ്ധിച്ചിരിക്കുക. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഘടകങ്ങൾ, എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. 7ന് ഏതൊക്കെ ഘടകങ്ങളുണ്ട്? 7ന് നമുക്ക് 1 കൊണ്ട് ഹരിക്കാം. എത്ര വരും? 7 വരും. 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. 3 കൊണ്ട് ഇല്ല. ഹരിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ശിഷ്ടമില്ലാതെ ശിഷ്ടം 0 വരുന്ന രീതിയിൽ നമുക്ക് ഹരിക്കാൻ സാധിക്കണം. 3 കൊണ്ട് കഴിയില്ല, 4 കൊണ്ട് കഴിയില്ല, 5 കൊണ്ട്, 6 കൊണ്ട് ഒന്നും കഴിയില്ല. പിന്നെ നമുക്ക് പറ്റുന്നത് 7 കൊണ്ട് മാത്രമാണ്. 7/7 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും അതിൻ്റെ ആൻസർ. ഈ 2 നമ്പേഴ്സ് അല്ലാതെ വേറെ ഒരു നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ 7നെ ഹരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. 13നെ നമുക്ക് 1 കൊണ്ട് ഹരിക്കാം. അതേപോലെ 13 കൊണ്ടും ഹരിക്കാം. വേറെ ഒരു നമ്പർ ഉപയോഗിച്ചും ഇതിനെ നമുക്ക് ഹരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്താണ് പ്രൈം നമ്പർ? 2 ഘടകങ്ങൾ, അതായത് 1ഉം ആ നമ്പറും മാത്രം ഘടകമായി വരുന്ന നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഭാജ്യസംഖ്യകൾ? അഭാജ്യമല്ലാത്ത എല്ലാ സംഖ്യകളും കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. ഓക്കെ, ഇനി 1 മുതൽ 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. 1 അത് പ്രൈം നമ്പർ ആണോ കോമ്പോസിറ്റ് നമ്പർ ആണോ എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും. അത് രണ്ടും അല്ല. 1 എന്ന് പറയുന്ന ഒരു എക്സെപ്ഷനാണ്. 1 പ്രൈം നമ്പറും അല്ല കോമ്പോസിറ്റ് നമ്പറും അല്ല. കാരണം 1ന് ഒരേ ഒരു ഘടകം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ 7ന് എഴുതിയതുപോലെ 1 7 എന്ന് എഴുതുകയാണെങ്കിൽ 1ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1ഉം അതിൻ്റെ ഘടകമാണ്, വീണ്ടും 1 വരും. അപ്പോൾ നമുക്കിതിന് 2 നമ്പേഴ്സായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് 1ന് ഒരേ ഒരു ഘടകം മാത്രമാണുള്ളത്. അതുകൊണ്ട് അത് പ്രൈം നമ്പറും അല്ല കോമ്പോസിറ്റ് നമ്പറും അല്ല. സോ 1 മുതൽ 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 ഒരു പ്രൈം നമ്പർ അല്ലേ? കാരണം 2ന് 2 ഫാക്ടേഴ്സേ ഉള്ളൂ, 1ഉം 2ഉം. അടുത്തത് 3 ഒരു പ്രൈം നമ്പർ അല്ലേ? 5 ഒരു പ്രൈം നമ്പർ അല്ലേ? 7 ഒരു പ്രൈം നമ്പറാണ്. ഇനി 1 മുതൽ 10 വരെ ഏതെങ്കിലും പ്രൈം നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. 2 3 5 7 ഇതാണ് 1 മുതൽ 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 10 വരെയുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 കോമ്പോസിറ്റ് നമ്പർ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം കോമ്പോസിറ്റ് നമ്പറിന് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് വരും. തീർച്ചയായും 1 കോമ്പോസിറ്റ് നമ്പറും അല്ല പ്രൈം നമ്പറും അല്ല. അങ്ങനെയാണെങ്കിൽ പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സ് എല്ലാം നമുക്ക് ഏതിൽ വരും? കോമ്പോസിറ്റ് നമ്പേഴ്സിൽ വരും. അതായത് 2 വരില്ല, 3 വരില്ല, 4 5 ഇല്ല, 6 7 ഇല്ല, 8 9 10. ഇത്രയുമാണ് 1 മുതൽ 10 വരെയുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും നമ്മുടെ ഉത്തരം? 2. ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ആദ്യത്തെ പ്രൈം നമ്പർ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? 2. ഈ 2ന് പ്രത്യേകത കൂടിയുണ്ട്. ഒരേ ഒരു ഇരട്ട സംഖ്യയായിട്ടുള്ള പ്രൈം നമ്പറും 2 തന്നെയാണ്. ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 മാത്രമേ ഉള്ളൂ. സോ പ്രൈം നമ്പേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രൈം നമ്പേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ 100 വരെ 0 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 0 മുതൽ 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 3 5 7. ഇനി 10 മുതൽ 20 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 11 13 17 19. 20 മുതൽ 30 വരെയുള്ള പ്രൈം നമ്പേഴ്സോ? 23 29. 30 മുതൽ 40 വരെയുള്ള പ്രൈം നമ്പേഴ്സ് 31 37. 40 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 41 43 47. 50 മുതൽ 60 വരെ 53 59. 60 മുതൽ 70 വരെ 61 67. 70 മുതൽ 80 വരെ 71 73 79. 80 മുതൽ 90 വരെ 83 89. 90 മുതൽ 100 വരെ 97. ഈ പ്രൈം നമ്പേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എത്ര എണ്ണമുണ്ട് എന്നതിനും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം 0 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം എത്ര എന്നൊക്കെ ചോദ്യം വരും. സോ ആ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു വഴി ഉപയോഗിക്കാം. 0 മുതൽ 10 വരെ എത്ര പ്രൈം നമ്പേഴ്സാണ് ഉള്ളത്? 1 2 3 4. ഇങ്ങനെ
ഓരോന്നിൻ്റെ ഇടയിൽ വരുന്ന പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം നമുക്കൊന്ന് എഴുതി നോക്കാം. ഇനി 10 മുതൽ 20 വരെയോ? വീണ്ടും 4. അടുത്തത് 2. 30 മുതൽ 40 വരെ 2. 40 മുതൽ 50 വരെ 3. 50 മുതൽ 60 വരെ 2. 60 മുതൽ 70 വരെ 2. 70 മുതൽ 80 വരെ 3. 80 മുതൽ 90 വരെ 2. 90 മുതൽ 100 വരെ 1. ഈ ഒരു നമ്പേഴ്സ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. 4 4 2 2 322 321 44 22 322 321. ഇതിൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ 0 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം എത്ര എന്ന് ചോദിക്കും. ഈ ഒരു കോഡ് നമുക്ക് അറിഞ്ഞിരുന്നാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തുകൂടെ? 0 മുതൽ 10 വരെയുള്ളത് നമുക്ക് വേണം. 4. 10 മുതൽ 20 വരെയും വേണം. 4. 20 മുതൽ 30 വരെ വേണം. 2. 30 മുതൽ 40 വരെ വേണം. വീണ്ടും 2. 40 മുതൽ 50 വരെ വേണം. 3. ഇനി വേണ്ടല്ലോ, കാരണം 0 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം അല്ലേ. ഇതെല്ലാം ആഡ് ചെയ്താൽ 4 4 8 2 10 12 15 15 എണ്ണമായിരിക്കും 0 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം. ഇതുപോലെ 10 മുതൽ 30 വരെ ചോദിച്ചാലോ? 4 + 2 എന്ന് പറയുമ്പോൾ 6 എണ്ണമായിരിക്കും. സോ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഈ ഒരു നമ്പേഴ്സ് അറിഞ്ഞിരുന്നാൽ ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി 0 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇത് ഫുള്ളും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഇനി നമ്മളോട് ചോദിക്കുന്നത് 0 മുതൽ 25 വരെ എന്നാണെങ്കിലോ? അപ്പോൾ എത്ര വരും? 4 4 8. 20 മുതൽ 30 വരെ നമുക്ക് ഫുൾ എടുക്കണോ? വേണ്ട, കാരണം 25-ന് മുൻപ് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. 4 4 8 1 9 എന്നായിരിക്കും അതിൻ്റെ ഉത്തരം. സോ അതും കൂടി നമുക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചാൽ ഈസി ആയിരിക്കും. സോ 0 മുതൽ 25 വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അതുപോലെ 25 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6. 50 മുതൽ 75 വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നതും 6. 75 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4. 9 6 6 4. ഈ ഒരു കോഡ് കൂടെ പഠിച്ചു വെച്ചാൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ആദ്യമായി കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഒരിക്കലും പേടിക്കേണ്ട, സ്കിപ്പ് ചെയ്യാതെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ആവും. നമുക്കൊരു ചോദ്യം നോക്കാം. ബേസിക്സ് പഠിക്കുന്നതുകൊണ്ടാണ് മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് തരുന്നത്. നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയതിനു ശേഷം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. 0 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എത്ര? നമ്മൾ നേരത്തെ ചെയ്തതാണ്. എങ്ങനെ ചെയ്യാം? കോഡ് അറിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാം. 44 22 322 321. സോ 0 മുതൽ 50 വരെ എന്ന് പറയുമ്പോൾ 0 മുതൽ 10 വരെ എടുക്കണം, 10 മുതൽ 20 വരെ എടുക്കണം, 20 മുതൽ 30 വരെ എടുക്കണം, 30 മുതൽ 40 വരെ എടുക്കണം, 40 മുതൽ 50 വരെ എടുക്കണം. സോ 4 + 4 8 8 2 10 12 15. സോ ഓപ്ഷൻസിൽ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ 0 മുതൽ 50 വരെയുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം എത്ര? സോ ടോട്ടൽ 50 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 15 എണ്ണം പ്രൈം നമ്പർ ആണെങ്കിൽ ബാക്കി 50 - 15 35 കോമ്പോസിറ്റ് നമ്പർ. ഓപ്ഷൻ ബി ശരിയാണോ? അല്ല, ഈ ഉത്തരം തെറ്റാണ്. നമ്മൾ ആദ്യം ഒരു കാര്യം ക്ലിയർ ആയിട്ട് പഠിച്ചു. 1 എന്ന നമ്പർ കോമ്പോസിറ്റ് നമ്പറും അല്ല പ്രൈം നമ്പറും അല്ല. അപ്പോൾ ഈ കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം എടുക്കുമ്പോൾ 35 എണ്ണം ഒരിക്കലും വരില്ല. ആ 35-ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 34 ആയിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാലേ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റിക്കാതിരിക്കൂ. സോ അങ്ങനെയാണെങ്കിൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടാവും? നമ്മൾ കോഡ് പഠിച്ചതായിരുന്നു 44 22 322 321. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര പ്രൈം നമ്പേഴ്സ് വരും? 25 പ്രൈം നമ്പേഴ്സ് വരും. അങ്ങനെയാണെങ്കിൽ
100 വരെയുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം എത്രയായിരിക്കും? കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം എത്രയായിരിക്കും? 100 മൈനസ് എത്ര പ്രൈം നമ്പേഴ്സ്? 25 പ്രൈം നമ്പേഴ്സ് ഈക്വൽ ടു 75. 75 ഉത്തരം? അല്ല, കാരണം 1 മൈനസ് ചെയ്യണം. 1 പ്രൈം നമ്പറോ കോമ്പോസിറ്റ് നമ്പറോ അല്ലാത്തത് കാരണം 74 ആയിരിക്കും 100 വരെയുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ നമ്മൾ ഇതുവരെ ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഏതൊക്കെ ടൈപ്പ് നമ്പേഴ്സ് പഠിച്ചു? ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു, 1, 2, 3 എക്സെട്ര ഇൻഫിനിറ്റി വരെ. ഇനി അതിൻ്റെ കൂടെ ഒരു 0 കൂടി ആഡ് ആയാൽ ഹോൾ നമ്പേഴ്സായി. ഇനി അതിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ ഇൻറ്റീജേഴ്സായി. സോ അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ പഠിച്ചത്? ഈവൺ ആൻഡ് ഓഡ് നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പഠിച്ചു, എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പഠിച്ചു. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പറയുകയാണ്, ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ പോകുന്നത്. അറിയുന്നവർ ദയവായി ക്ഷമിക്കുക. ഇനി നമ്മൾ നമ്പേഴ്സിൻ്റെ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് പഠിക്കുന്നത്. റാഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സും, ഭിന്നകങ്ങളും അഭിന്നകങ്ങളും. എന്താണ് ഭിന്നകങ്ങൾ? നമുക്കറിയാം, P/Q എന്ന ഫോർമാറ്റിൽ എഴുതാൻ കഴിയുന്ന നമ്പേഴ്സാണ് ഭിന്നകങ്ങൾ. ഇനി ഈ P/Q ഫോമിൽ എഴുതുക മാത്രമല്ല, ഈ Pയും Qവും ഇൻറ്റീജേഴ്സ് ആയിരിക്കണം, അതായത് പൂർണ്ണസംഖ്യകളായിരിക്കണം. Pയും Qവും പൂർണ്ണസംഖ്യകളായിരിക്കണം. പൂർണ്ണസംഖ്യകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? നെഗറ്റീവ് നമ്പേഴ്സും വരും, 0 വരും, അതുപോലെ തന്നെ പോസിറ്റീവ് നമ്പേഴ്സും വരും. ഇനി ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ Q, ഡിനോമിനേറ്ററിലെ Q എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അടിയിൽ വരുന്ന നമ്പർ 0 ആവാൻ പാടില്ല. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഭിന്നകങ്ങൾ അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇറേഷണൽ നമ്പേഴ്സ്? P/Q ഫോർമാറ്റിൽ എഴുതാൻ കഴിയാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഭിന്നകങ്ങൾക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 1.5 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/2. 3/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1.5 കിട്ടും. സോ ഈ 3/2നെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇറേഷണൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. √2. √2യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.41, 42, 13, 56 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അതായത് ഈ ഡെസിമലിന് ശേഷം നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ടെർമിനേറ്റ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ചില നമ്പേഴ്സ് 1.41 എന്ന് വന്ന് നിൽക്കും, പക്ഷേ ഇവിടെ അങ്ങനെ നിൽക്കുന്നില്ല, കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡെസിമലിന് ശേഷം വരുന്ന നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുമില്ല. 41, 41 അങ്ങനെയോ അല്ലെങ്കിൽ 44, 44 എന്നിങ്ങനെയോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിങ്, ഈ റിപ്പീറ്റ് ചെയ്യാത്തതിനെയാണ് നമ്മൾ നോൺ റെക്കറിങ് എന്ന് പറയുന്നത്. നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിങ് ആണെങ്കിൽ ഡെസിമലിന് ശേഷമുള്ള നമ്പേഴ്സ്, അതിനെയാണ് നമ്മൾ ഇറേഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അതേപോലെ അടുത്തൊരു എക്സാമ്പിളാണ് √3. 1.73205081 എക്സെട്ര. ഇവിടെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിങ് ആണ്. അതുകൊണ്ട് അത് ഇറേഷണൽ നമ്പർ ആയിരിക്കും. അടുത്തത് പൈ. പൈയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? 3.14159265 എക്സെട്ര. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതും എന്താണ്? ഇറേഷണൽ നമ്പർ ആയിരിക്കും. സോ നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിങ് ആണെങ്കിൽ ഇറേഷണൽ നമ്പർ എന്ന് നമ്മൾ പറഞ്ഞു. സപ്പോസ് നമ്പർ ടെർമിനേറ്റിംഗ് ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ 0.65 ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യുന്ന നമ്പർ ആണെങ്കിൽ അത് റേഷണൽ നമ്പർ ആയിരിക്കും. സോ ഇറേഷണൽ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? നോൺ ടെർമിനേറ്റിങ്ങും നോൺ റെക്കറിങ്ങും ആയിരിക്കണം. ഇവിടെ ടെർമിനേറ്റിംഗ് ആയതുകൊണ്ട് അത് റേഷണൽ നമ്പറാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 1.6666 എക്സെട്ര. ഈ ഒരു നമ്പറിൽ 1.666 എക്സെട്ര ഉണ്ട്. ഇവിടെ ടെർമിനേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 6 എന്നുള്ള നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട്
ഇതും റെക്കറിങ് ആണ്, അതുകൊണ്ട് അതും റേഷണൽ നമ്പർ ആയിരിക്കും. സോ കൺഫ്യൂസ് ആവേണ്ട ഒരാവശ്യമില്ല. നോൺ ടെർമിനേറ്റിങ്ങും നോൺ റെക്കറിങ്ങും ആണെങ്കിൽ അത് ഇറേഷണൽ നമ്പർ ആയിരിക്കും. സപ്പോസ് അത് ടെർമിനേറ്റിങ്ങോ അല്ലെങ്കിൽ റെക്കറിങ്ങോ ആണെങ്കിൽ റേഷണൽ നമ്പർ ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ നോക്കാം. 1.414141 എക്സെട്ര. ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട്, പക്ഷേ അത് റിപ്പീറ്റ് ചെയ്ത് 414141 എന്ന രീതിയിലാണ് വരുന്നത്. അതും റെക്കറിങ് ആണ്. സോ ഈ ഒരു നമ്പറും റേഷണൽ നമ്പർ ആയിരിക്കും. സോ റേഷണൽ നമ്പേഴ്സ് എന്താണ്, ഇറേഷണൽ നമ്പേഴ്സ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? കൺഫ്യൂസ് ആവേണ്ട ഒരു ആവശ്യമില്ല. റിപ്പീറ്റ് ചെയ്ത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവാവുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ തോന്നിയേക്കാം. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, ഒന്നുകൂടെ കാമായിട്ട് വീഡിയോ കണ്ടു നോക്കുക. ഇന്നത്തെ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായും ഷെയറായും പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.